ലോകത്തെ പിണറായി വിജയൻ എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ ഫിഗർ മൊത്തം ഇതിലാണ്. പിന്നെ കുറ്റം പറയാനും പറ്റൂല. മോദിയും ചെയ്യുന്നത് തന്നെയാണ്. മോദിക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പിണറായിക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ഇപ്പോൾ ഈ തിയേറ്ററുകളുടെയൊക്കെ ഒരു സംസ്ഥാന തലത്തിൽ ആ വാർത്ത ഇങ്ങനെയാണ് വന്നേക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ ഇനി പിണറായി പരസ്യം ചിലവിനായി പണം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. അതിനുള്ള ഉത്തരവും വന്നു. പക്ഷേ ഈ ദുരന്തമൊക്കെ നടന്ന് നമ്മളിങ്ങനെ പണമൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ അല്ലെങ്കിൽ കയ്യിലുള്ളവർ 1000-ഉം 10,000 ഒക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണത്. ഇത് ഒരുപക്ഷെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാകാം. ഇപ്പോൾ അതിന്റെ ഉത്തരവ് റിലീസ് ആയതായിരുന്നു. ലോക്സഭാ ഇലക്ഷന് ശേഷം ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിച്ഛായ മങ്ങലേറ്റു എന്നും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി PR വർക്കുകൾ ആരംഭിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ. ഇടതുപക്ഷ സർക്കാർ എപ്പോഴും PR-ൽ പിടിച്ചു മുന്നോട്ട് പോകുന്നവരാണ്. ചെലവാക്കുന്ന ആളുകളാണ്. ഇടതുപക്ഷ സർക്കാർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി സർക്കാർ ആയാലും അതിപ്പം ആര് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനമുണ്ട്. പഞ്ചായത്തുകൾക്ക് മുതൽ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ വേണ്ടി സർക്കാരിൽ നിന്ന് പണമുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോൾ അവർക്ക് പണമുണ്ട്. ഇവർക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് 2 മുഖങ്ങൾ, 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഇടതുപക്ഷ സർക്കാരിന്റെ മുഖം വെളുപ്പിച്ചെടുക്കാം. ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരാണ്. പിണറായി വിജയന്റെ മുഖമാണ് വെളുപ്പിച്ചെടുക്കുന്നത്. ഇപ്പം ഇടതുപക്ഷം എന്ന് പറയുന്നത് പിണറായിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. നമുക്കറിയാം, ഈ 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016 തിരഞ്ഞെടുപ്പ്, അന്ന് നാട്ടിൽ മൊത്തം ഉയർന്നു നിന്ന തെരഞ്ഞെടുപ്പ് വാചകം LDF വരുമെല്ലാം ശരിയാണ്. അതിൽ 3 പേരുടെ പടമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് 3-4 പേരുടെ പടമായിരുന്നു. ഒന്ന് കാനം രാജേന്ദ്രൻ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ കാനം രാജേന്ദ്രൻ, VS അച്യുതാനന്ദന്റെ വലിയ പടം പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ. പിന്നീട് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് പാർട്ടി സെക്രട്ടറിക്ക് യാതൊരുവിധമായ സാധ്യതയുമില്ല. ബിനോയ് വിശ്വമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങി. ആ ഒതുങ്ങിയത് പിണറായി വിജയന്റെ വിജയവും ഇടതുപക്ഷത്തിന്റെ തോൽവിയുമാണ്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, കേരളത്തെക്കുറിച്ചുള്ള പരസ്യമാണ് ഈ 5 തിയേറ്ററുകളിലേക്ക് പോകുന്നത്. അതിൽ 2 അർത്ഥത്തിൽ എടുക്കണമെന്ന് പറഞ്ഞത്, ഒന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി വിജയന്റെ PR വർക്കും, 2 കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഫ്രണ്ട് പേജിൽ പല സംസ്ഥാനങ്ങളുടെയും പരസ്യങ്ങൾ വരാറുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനത്തും നടക്കുന്നതാണ്. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കണമെങ്കിൽ നമുക്ക് വെറുതെ വിമർശിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഈ ഉത്തരവ് പുറത്തിറക്കണമായിരുന്നു എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നു. 18.5 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ഇപ്പൊ അനുവദിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് 18.5 ലക്ഷം 18 രൂപയാണെങ്കിലും കേരളത്തിന് അത് വലിയ തുകയാണ്. അതെ, സ്വാഭാവികമായിട്ടും വയനാടിന്റെ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ ആ വയനാട് പറയാതെ നമുക്ക് ഒരു വിഷയത്തിലും കൂടെ കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 18 ലക്ഷം രൂപ വലിയൊരു തുക തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവ് ഇപ്പോ ഇറക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ്. മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ കൂടി അത് ഈ ഒരു സാഹചര്യത്തിൽ അത് വാർത്തയാകപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായ കെടുത്താൻ, അത് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. മുൻ ഇവർ ചെയ്തു വെച്ചാൽ നമുക്ക് ഉഴവൂർ വിജയന്റെ ഒക്കെ വീട്ടിലേക്കുള്ള സംഭാവനകളൊക്കെ 20 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ പല ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ അഖിൽമാരൊക്കെ വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ആളുകളെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല എന്നൊരു ട്രെൻഡ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അതിന് വിശ്വാസ്യത ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. ആ വിശ്വാസത ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല ഈ പൈസ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. ഒരു തെറ്റിദ്ധാരണ ആർക്കും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല ഈ പൈസ ഉള്ളതും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ മുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ മുതൽ ജില്ലാ പഞ്ചായത്തുകൾ മുതൽ ഇങ്ങോട്ട് എല്ലാ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഡോക്യുമെന്റേഷൻ ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും ഒരു ഫണ്ട് വക മാറ്റാം, ഒരു ഫണ്ട് വെക്കാം. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പിണറായി വിജയൻ ചെയ്യുമ്പോഴും നരേന്ദ്രമോദി ചെയ്യുമ്പോഴും വലിയ ചർച്ചയാകുന്നു എന്നുള്ളൂ. പിണറായി ചെയ്യുമ്പോൾ അത് വലിയ ചർച്ചയാണ്. അതെ, ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഞാൻ മുന്നിലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പൈസ മുടക്കി ഫോട്ടോഷൂട്ട് ചെയ്യാത്ത ഒരേ ഒരു പരസ്യമാണ് ഇപ്രാവശ്യം വയനാട്ടിൽ വന്നിട്ട് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ പിണറായി വിജയനും ഈ പറയപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വെച്ച് അവിടെ പോയി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ദുരന്ത മുഖത്ത് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകരെയോ നേതാവിനെയോ കുറ്റം പറയുന്നത് ശരിയല്ല. ദുരന്ത മുഖത്ത് നമ്മൾ രാഷ്ട്രീയം കാണിക്കുന്നതേ തെറ്റെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനമേ ഇല്ല. പക്ഷേ
ഈ ധന്യ പറഞ്ഞതുപോലെ 18 ലക്ഷമല്ല 18 രൂപയാണെങ്കിൽ പോലും ഈ സമയത്ത് ഇത് വേണ്ടിയിരുന്നില്ല. ചെയ്യാം. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ എന്തോ പോട്ടെ, ഞാനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാകട്ടെ, BJP കാരനാകട്ടെ, CPM കാരനാവട്ടെ, ഭരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരനാവട്ടെ, പക്ഷേ ഞാനൊരു തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി ഒരു തിയേറ്റർ സിനിമ കാണാനിരിക്കുമ്പോൾ എന്റെ സംസ്ഥാനത്തിന്റെ പരസ്യം ഇവിടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശസ്നേഹമുള്ളവർക്ക് ഇച്ചിരി രോമം എഴുതി. അപ്പൊ അത് നല്ലതാണ്. പിണറായി സ്നേഹിയാണെങ്കിൽ കുറച്ചുകൂടി അന്തം കമ്മികളെന്ന് നമ്മൾ പറയും. ഉറപ്പായിട്ടും അന്തം കമ്മികൾക്ക് അത് പ്രത്യേകിച്ചൊരു സുഖം നൽകുന്ന പരിപാടിയാണ്. BJP-ക്കാരെ അന്തസംഖ്യകൾക്കും അങ്ങനെ തന്നെയാണ്. മോദിയുടെ തലയും മോദിയുടെ ഫിഗറും ഒക്കെ കാണുമ്പോൾ കോടികൾ ചെലവഴിക്കുന്നത് എവിടെ നിന്നാണ്, ഇത് ജനങ്ങളുടെ നികുതി പണമാണെന്നൊന്നും അല്ല ചിന്തിക്കുന്നത്. അവിടെ നരേന്ദ്രമോദി ഞങ്ങളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവിന്റെ പടം, നമ്മൾ ഇതിനകത്ത് അംഗീകരിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ PR ചെയ്യുന്ന ഏജൻസി, അത് ഏത് ഏജൻസിയോ ആയിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങളൊന്നും അല്ല, അതിന് പുറത്ത് എന്തോ ഒരു ഏജൻസി ഉണ്ട്. ഓരോ ദുരന്തങ്ങളെയും അദ്ദേഹത്തിന്റെ PR ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാർ നമുക്കറിയാം വലിയ ഭരണ മികവുള്ള സർക്കാരൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് നയിച്ച കുറേ ഘടകങ്ങൾ ഓഖിയും നിപ്പയും കോവിഡും പ്രളയവും ഒക്കെയാണ്. ഇതെല്ലാം കൃത്യമായി അവർ കാര്യങ്ങൾ ചെയ്തു. ഒരു ചില വീഴ്ചകളൊക്കെ ഉണ്ടായി. വേറെ ഏത് സർക്കാർ ഭരിച്ചാലും അത് ചെയ്യും. അതിനകത്ത് കേരളമാണ് സംസ്ഥാനം, അത് മനസ്സിലാക്കണം. ഇവിടെ നല്ല IAS ഓഫീസർമാരും IPS ഓഫീസർമാരും നല്ല യുവജനങ്ങളും നല്ല ഉദ്യോഗസ്ഥരും ജനങ്ങളും ആളുള്ളവരും ഉള്ള സംസ്ഥാനമാണ്. ഇവിടെ ആ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ആ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എന്തൊക്കെ പേരാ വീണ ക്യാപ്റ്റൻ, പിന്നെ കേരളത്തെ ചേർത്ത് പിടിക്കുന്നു, ന്യൂസ് 18 ഒരു നല്ലൊരു പാട്ടുണ്ടാക്കി കൊടുക്കുന്നു, ആ പാട്ട് ഒരു മാക്സിമം ഉപയോഗിക്കുന്നു. അപ്പൊ ഈ കൃത്യമായി അതെല്ലാം തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കാരണം അടുത്ത ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോഴേ പണി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയല്ല. ഞാൻ അതാ പറഞ്ഞത്, അത് ചെയ്യുന്ന തലയുള്ള PR ഏജൻസി, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരായാലും അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം. പക്ഷെ ഇത് ദുരന്ത മുഖങ്ങളിൽ അത് വേണം. പക്ഷെ ഇത് നേരത്തെ എറിഞ്ഞു വെച്ചതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇമേജ് തകർന്നപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇറക്കി വിടാൻ വെച്ചൊരു തീരുമാനമാണ് അത്. പക്ഷെ ഇപ്പോഴായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു വിധത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെന്നല്ലേ നമ്മൾ പിണറായി വിജയന്റെ പക്ഷത്തെ എന്ന് ചിന്തിക്കൂ. നമ്മളായാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് 4 പേരെ അറിയിക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും നിലനിൽപ്പിന്റെ ഭാഗമാണ്. സ്വാഭാവികമായ നിലനിൽപ്പിന്റെ ഭാഗമാണ്. നമുക്കറിയാം ഇപ്പൊ ഈ ദുരന്തമുഖത്ത് പല ആളുകളും പല ഓഫറുകളും വെച്ചു. ഇതില് നമ്മളെല്ലാം നന്മയുള്ള ലോകമേ ഇട്ട് പാടുക കേട്ട ചില അജണ്ടകളുണ്ട്. അതായത് ഈ 100 ഏക്കർ 1000 ഏക്കർ എന്ന വസ്തു കൊടുക്കും. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു കച്ചവടമുണ്ട്. എനിക്കത് പിന്നെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ അത് തെളിവുകളില്ലാതെ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലെല്ലാം കച്ചവടം കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷേ ആട് വിറ്റ പൈസയും ചായക്കടയിൽ ജോലി ചെയ്ത പൈസയും തുണിവാരി വിറ്റ പൈസയും ഒക്കെ കൊടുത്ത നല്ല മനസ്സുകളും ഇവിടെയുണ്ട്. അപ്പം എന്തോ ആയിക്കോട്ടെ, ഇവന്റെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, പാവങ്ങൾക്ക് ഈ സമയത്ത് പണം എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ PR എന്ന് പറയുന്ന സാധനം കേരളത്തിന്റെ ഇപ്പം ടൂറിസം മേഖലയ്ക്ക് വലിയ അടിയുണ്ടാവും. കാരണം വയനാട് കേരളത്തിൻ്റെ ഒരു ടൂറിസം മേഖല, ഈ വയനാട് ഉരുൾപൊട്ടൽ എന്നാണ് പുറത്ത് മുഴുവൻ അറിയപ്പെടുന്നത്. സ്വാഭാവികമായും അത് വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകൾ, ആഭ്യന്തര അന്തർദേശീയ ടൂറിസ്റ്റുകളുടെ വരവിനെ കുറയ്ക്കാൻ കാരണമാകും. അപ്പം കേരളത്തിലേക്കുള്ള ടൂറിസം വരുമാനം കുറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എന്തൊക്കെയാണ് അവർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. ഈ തിയേറ്ററിൽ എന്താ കാണിക്കാൻ പോയതെന്നുള്ള അറിയണം. ഇനി മുഖ്യമന്ത്രിയുടെ എന്റെ തല എന്റെ ഫിഗർ അത് മാത്രമാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊന്നും നടക്കില്ല. അതേസമയം കേരളത്തിന്റെ വികസനങ്ങളും കേരളത്തിന്റെ മുഖമാണ് ഈ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അത് ചെയ്ത സമയം തെറ്റായി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പോൾ ദുരന്തമുഖത്ത് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരം ഷോ കാണിക്കലുകളും ഇത്തരം PR വർക്കുകളും ഒന്നും അത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇത് അവസാനിക്കും.